Sujimon, tell man. What? हम तुम देख സമ്മതിക്കൂല. ഹായ്, ഹലോ. എന്തായി, ഒരുങ്ങിയോ? ഒരുങ്ങിയില്ല. ആ മീശൻ തടയിക്കൊണ്ടിരിക്കുവായിരിക്കും. അല്ല, ഞാൻ സാമ്പയെ വിളിക്കാൻ വേണ്ടിയിരിക്കുന്നു. വേഗം ഒരുങ്ങി നിക്ക്, അവനിപ്പ എത്തും. അറിയാലോ, പപ്പയ്ക്ക് ഉച്ചയ്ക്കാണ് ട്രെയിൻ. അല്ല, ഞാനീ ഒരുങ്ങി വരുന്നൊക്കെ വെറുതെ ആവോ? ശരിക്കും പട്ടാളം സമ്മതിച്ചാ? ആദ്യം അത് നേരിട്ടൊന്ന് കാണ്. ശരി ശരി, വെക്കുക, വൈകണ്ട. അല്ല, മോളെ വീഴ്ത്തി. പിന്നെ അപ്പൻ അവിടെ ചെന്ന് ഞാനിതെങ്ങനെ അവതരിപ്പിക്കും? ഈ മമ്മൂക്കാലാലട്ട സ്റ്റൈൽ അത് വേണ്ട, അത് ക്ലീഷയാ. ഇതിനൊരാളുണ്ട്, അതാവുമ്പോ എല്ലാം വരും. ഭയങ്കര ബോറാണെന്നറിയാം. ഇന്നിങ്ങനെ വീടിന്റെ വെളിയിൽ വന്ന് ഇദ്ദേഹത്തെ വായി നോക്കി നിൽക്കുന്നത്. ആ ബോറടി അവസാനിപ്പിക്കാനാ വന്നത്. ഇദ്ദേഹത്തിന് അച്ഛനും അമ്മയും അമ്മമ്മയാണെന്നറിയാം. ഒരൊറ്റ ചോദ്യമുള്ളൂ, എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? എന്താടാ? ചായ. ചായ വെച്ചിട്ട് പോടാ കൊമ്പഞ്ചെല്ലി. മീഷ കൊടുക്കാട്ട പുഴു.
സുജിമോൻ, tell man. എന്നെ എല്ലാം പോയടാ, എനിക്കിനി ജീവിക്കണ്ട. What? സാമി, ഹായ് ബായ്. വന്ന് ബംഗാളികൾ പെരക്കാത്ത വരെ കയറി തുടങ്ങി. കേരളത്തിന്റെ ഒരു അവസ്ഥ. സുജിമോനെ, സുജിമോൻ, സുജോ. ഞാനിവിടെ ഉണ്ട് സാമി. ഇത് നീയായിരുന്നോ? സാമി, എന്താ ഇത്? ഒരുമാതിരി പൾസർ കയറി പട്ടിക്കുട്ടിനെ പോലെ അല്ലടാ. സാമി, എന്റെ മീശ പോയി സാമി. ഞാനില്ല, മീശയില്ല, ഞാൻ ഇനി അങ്ങോട്ടുമില്ല. മച്ചാനെ സീനാക്കരുത്. ഇല്ലടാ സാമി, ഈ മുഖം വെച്ചോണ്ട് അവളുടെ അപ്പന്റെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. എടാ, മീശ പോയ പിന്നെ വരും, പെണ്ണ് പോയ പോയതാണ്ടാ. നീ എണീറ്റേ. ഞാനും അങ്ങോട്ടുമില്ല. ഞങ്ങ ഇറങ്ങി ഇപ്പൊ എത്തും. അത് അവനെ വണ്ടി ഓടിക്കണം, അതുകൊണ്ടാ. ആ മച്ചാനെ, സംഗതി സീരിയസ് ആണ് ട്ടാ. 10 ദിവസം നിരാഹാരം കിടന്നിട്ടാണ് അവളുടെ പട്ടാളം തന്ന നിന്നെ കാണാൻ തയ്യാറായത്. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലേ. കിട്ടിയ തീരില്ലേ നിന്റെ പ്രശ്നം? സീരിയസ്ലി മാൻ, ഒരാളുണ്ട്. ആളുടെ ഗേറ്റ് വരെ ഒന്ന് പോയാ മതി. ഗേറ്റോ? എവിടെ? ടൗൺ വരെ ഒന്ന് പോണം. ഒന്ന് വാ എന്റെ സുജു. എടാ സാമ്പിയേ, നീ എന്താ സിനിമാറ്റിക്കൊക്കെ നിർത്തി ഇപ്പൊ കഥകളി തുടങ്ങിയോ? ഒന്ന് പോടാപ്പാ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ വന്നോളൂ ഓരോ ഡോഗ് ഷിറ്റുകൾ. ആഹാ, ഇവനെത്ര വാ പൊത്തി പിടിച്ചിരിക്കുന്നേ? അതെ, അവര് വയറിളക്കത്തിന് വാ പൊത്തി പിടിക്കോ? ഓരോ ചികിത്സയും ചിലപ്പോ റിവേഴ്സ് അടിക്കാതിരിക്കാനായിരിക്കും. യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു വൈഫ് എന്ന രീതിയിൽ നിങ്ങൾക്ക് മാനസികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫ്രസ്ട്രേഷൻസ്. നിങ്ങളെപ്പോലെ ഇങ്ങനൊരു സിറ്റുവേഷനിൽ കഴിയുന്ന എത്രയോ ഭാര്യമാരെ എനിക്കറിയാം. ഇതിൽ ഭർത്താക്കന്മാരെ കുറ്റം പറയാൻ പറ്റില്ല. യെസ്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് പ്രശ്നം. എന്തായാലും നെക്സ്റ്റ് ഫ്രൈഡേ എൻ്റെ കൺസൾട്ടിങ് തിരുവനന്തപുരത്തുണ്ട്. ഒന്ന് വന്നോളൂ. യെസ്, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു. യെസ്, നിങ്ങളെങ്ങനെയാണ് ഞങ്ങളെപ്പറ്റി അറിയാനിടയായത്? പെട്ടെന്നൊരാവശ്യം വന്ന പറഞ്ഞതാ. അതാണ് ഞങ്ങളുടെ മികവ്, കസ്റ്റമറിന്റെ സംതൃപ്തി. അതിലൂടെ ഞങ്ങളെ പരസ്യം ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഇപ്പൊ ഒരു അത്യാവശ്യം വേണ്ടി വന്നതാ. ഓക്കെ ഓക്കെ, സാറിന്റെ തലയുടെ അളവൊന്നും എടുക്കണം. എനിക്കല്ല, നീവനാൻ. സാറിന് അല്ല, മുടിയല്ല, മീശയാണ്. കൈ മാറ്റടാ, മീശയുടെ വിഗ വേണ്ടത്. മീശയുടെ വിഗൊന്നുമില്ല. സ്വന്തമായിട്ട് വേണ്ട, വാടകയ്ക്ക് തന്നാ മതി. ഒറ്റ ദിവസത്തെ ആവശ്യമുള്ളൂ അല്ലടാ. സോറി സാർ, ഇല്ല. അടുത്ത ആളെ വിളിക്കൂ.
ഈ മീശ തന്നെ വേണമെന്നില്ല, മുടി ഇത്തിരി മുറിച്ച് മീശ ആക്കി തന്നാലും മതി. ഓഹോ, അല്ല വേണ്ട, ഞങ്ങൾ പോക്കോളാം. യൂസ്ലെസ് ഫെലോസ്. മുടിയുടെ ഏത് പ്രശ്നവും പരിഹരിക്കുന്നതാണ് ആ തെണ്ടിയുടെ പരസ്യം. മീശ എന്താണ്, മുടിയല്ലേ? ശ്ശേ. ഇപ്പൊ എന്ത് ചെയ്യും? സുജു, നീ ആ കൈയൊന്ന് മാറ്റിയേ. ഒന്നെടുത്തേ. ഓക്കെയാണ്. നിനക്ക് പ്രാന്തായ എടാ ലുക്കാണ് മച്ചാ, എന്ത് മീശയില്ലാത്തത്. എടാ ഞാനിപ്പോഴാ ശ്രദ്ധിച്ചത്. ഒന്ന് പോയടാ അവിടുന്ന്. എടാ സംഭവിച്ചത് സംഭവിച്ചു, ഇനി നോക്കിയിട്ട് കാര്യമില്ല. നീ വാ, ഞാനല്ലേ പറയണത്. എടാ കട്ട ലുക്കാണ് മച്ചാ. ഈ അനുപം കേറൊക്കെ മീശ പിടിച്ചല്ലേ, അതുപോലെ ഉണ്ട്. അനിൽ കപൂർ. ആ കപൂറായിട്ടുണ്ട്, അനിൽ കപൂറായിട്ടുണ്ടെന്ന്. നീ ഇങ്ങോട്ട് വന്നേ, ആ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ കണ്ട് ഞെട്ടട്ടെ. ആ വാ വാ വാ. നിന്റെ മൂക്കിന് കഴിയാൻ എന്തോടാ എരുമ നോക്കിയോ? തെണ്ടിക്ക് നിന്റെ കെട്ടിയോളും അറിയാ. ചാടരുത് ചാടരുത് ചാടലടാ. സുജു, നീ കലാശ്രീ കലാമുത്ത് എത്തിക്കുളം ബാസി എന്ന് കേട്ടിട്ടുണ്ടാ? അതാറ് നിന്റെ അപ്പന? അത് പച്ചക്കുളം ബാസി, ഇത് എത്തിക്കുളം. അപ്പൊ മീശയാണ് പ്രശ്നം. ഏതാ കഥാപാത്രം? ദേവനോ അതോ അസുരൻ? രണ്ടുമല്ല, മനുഷ്യനാ. അയ്യോ, ഞങ്ങൾക്ക് മനുഷ്യ കഥാപാത്രങ്ങളൊന്നുമില്ല. എന്നാ പിന്നെ ദേവൻ മതി അല്ലടാ? അയ്യോ ക്ഷമിക്കണം, ഞങ്ങളുടെ ദേവന്മാർക്കൊന്നും മീശയില്ല. നിങ്ങളുടെ ദേവന്മാരൊക്കെ എന്താണ്, ബംഗാളികളാണ്. ഇവിടെ ഉള്ള മീശയിൽ ഏതെങ്കിലും ഒന്ന് വന്നാ മതി. ഒന്നല്ല 9 മീശ വാശാൻ. ആദ്യം നീ ഒരെണ്ണം തരാൻ പറ. വലിയ നാണക്കാരനാണല്ലയോ. ഇങ്ങ് കേറി വാ. ഇതിലേത് വേണമെങ്കിലും തെരഞ്ഞെടുത്തോ. ഇത് ഖഡോൽ കഥ, ഇത് താരകാസുരൻ, ഇത് ലംബോദരൻ, ഇത് കാലഭൈരവൻ. 4 ഞങ്ങളുടെ ടോപ്പ് അസുരന്മാരാ. അയ്യോ, ഇതൊന്നും പറ്റത്തില്ല. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് കാണാൻ പോകുന്നത്. പെണ്ണ് കാണാനോ? ആശാനെ സഹായിക്കണം. ഏതാ ഈ മീശില്ലാത്ത? ഈ പട്ടാളക്കാരൻ വീടിന് ചുറ്റും കുഴിബോംബെങ്ങാനും വെച്ചിണ്ടാവോ? പിടിച്ചിരുന്നോട്ടെ. മിണ്ടാതെ കിട പട്ടി. 2 കാറ്. ദേ ഞങ്ങൾ സ്പോട്ടിലെത്തി. ദേ മുറ്റത്തുണ്ട്. ആ ശരി ശരി, ഓക്കെ. ഡാ കേറി ചെല്ലാൻ പറഞ്ഞു. പോയിട്ട് വാ. ദൈവമേ എന്നെ കാത്തോളേ. തന്നെ ഞാൻ ഇങ്ങോട്ട് പാടാ. ഞാൻ വന്നു. അല്ല ഇങ്ങോട്ട് കയറുമ്പോ ഇതേതാ വേറൊരു ബ്രിഗേഡിയർ.
ഹായ് ചേട്ടാ, എന്താ പേര്? PV അരവിന്ദാക്ഷൻ. ഈ PV? പി എന്റെ നാടാ പൊട്ടക്കുളം. ഓ, വി എന്റെ തായ്നാമം. സായിബാബേ? സായിബാബയല്ല, തായ്നാമം. അമ്മയുടെ പേര് വീണ. ആ, അപ്പം മൊത്തത്തില് പൊട്ടക്കുളത്തിൽ വീണ അരവിന്ദാക്ഷൻ. നല്ല പേര് അല്ലടാ. ചായ. അച്ഛനെ നോക്കിയോ ചിരി, പേടിക്കണ്ട. അച്ഛാ. പൂക്കൾ, പുഷ്പങ്ങൾ.